പുഞ്ചിരിയാണെങ്കിൽ പുഞ്ചിരി, സ്വതക്കയാണെങ്കിൽ സ്വതക്ക, എന്തെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യേണ്ട ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ദുൽഹിജ ആദ്യ 10 ദിനങ്ങളെക്കുറിച്ചാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ 10 ദിവസങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള സൽക്കർമ്മങ്ങൾ വേറെയില്ല. അത്രമാത്രം മഹത്തമായ ഹദീസുകളിലൂടെ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ പിറകോട്ട് നിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നന്മയുടെ കാര്യത്തിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെയാകാം, പിന്നെയാകാം, ഇതൊന്നും നമ്മുടെ ഡിക്ഷണറിയിൽ തന്നെ ഉണ്ടാകാൻ പാടില്ലാത്ത വാക്കുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംഭവം പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബദറിന് വേണ്ടി പുറപ്പെടാണ്. കൂടെ സ്വഹാബാക്കളുണ്ട്. അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കന്ന് 2 കുതിരകളും 70 ഒട്ടകങ്ങളുമാണുള്ളത്. അപ്പോൾ ഒട്ടകപ്പുറത്ത് അലി റളിയല്ലാഹു അൻഹു, മർദദ് റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 3 പേരിൽ 2 പേര് ഒട്ടകപ്പുറത്തിരിക്കും, ഒരാൾ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചിങ്ങനെ മുന്നിൽ നടക്കും. ഇതാണ് രീതി. ഊഴമനുസരിച്ചാണ് നടക്കുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊഴമെത്തിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു, മർദദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലെ, താങ്കൾ അങ്ങനെ ചെയ്യേണ്ടതില്ല, താങ്കൾ പകരം ഞങ്ങൾ നടന്നോളാം, താങ്കൾ ഒട്ടകപ്പുറത്ത് തന്നെ ഇരുന്നോളൂ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകുന്ന ഒരു മറുപടി ഉണ്ട്, നിങ്ങളെക്കാൾ ശക്തനാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പ്രതിഫലത്തിൽ നിങ്ങളെക്കാൾ ധന്യനുമല്ല ഞാൻ. അപ്പോൾ എനിക്ക് ഈ പ്രതിഫലം ആവശ്യമുണ്ട്, ഈ പുണ്യം എനിക്ക് ആവശ്യമുണ്ട്. ഇതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഭാവം. വിശ്വാസികളുടെ മനോഭാവം ഇതാണ് ആകേണ്ടത്. അപ്പോൾ നമ്മളെ കൊണ്ട് ഏതൊക്കെ നന്മകളുണ്ടോ പ്രവാചകൻ പറഞ്ഞ പോലെ ഒരു പുഞ്ചിരി പോലും പാഴാക്കരുത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യാം. കാരണം അള്ളാഹുവിന് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളുള്ള ദിവസങ്ങൾ വേറെയില്ല. അപ്പോൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. അള്ളാഹു ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് ഈ ദിവസങ്ങളെ അനുഗ്രഹിക്കട്ടെ.